The third mode of discharge of contract is by the operation of law. The first two modes, one is by performance, then secondly by agreement or consent. And the third mode is by the operation of law. In some circumstances, contract comes to an end by the operation of law. So in that the first instance is death of the promiser. If the promiser dies, automatically the contract will be coming to an end. Then his responsibility will be discharged. So the first instance is death of the promiser. Then in some cases the legal representatives of the promiser can be held liable. But usually the general rule is that by the death of the promiser, a contract will be discharged by the operation of law. Especially when the fulfillment of the contractual obligation requires the personal skill of the promiser. പ്രോമിസറിൻ്റെ പേഴ്സണൽ സ്കിൽ, ഫോർ എക്സാമ്പിൾ പെയിൻറ്റിങ് എ പിക്ചർ, അവിടെ പെയിൻറ് ചെയ്യാമെന്ന് പറഞ്ഞ പ്രോമിസർ മരിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി ഓട്ടോമാറ്റിക്കലി എന്താ, ആ കോൺട്രാക്റ്റ് അവസാനിക്കും. വേർ ദി ഫുൾഫിൽമെൻറ്റ് ഓഫ് ദി കോൺട്രാക്ട് നീഡ്സ് ദി പേഴ്സണൽ സ്കിൽ ഓഫ് ദി പ്രോമിസർ, then such contracts comes to an end by the death of the promiser. Secondly, by insolvency. In case of insolvency, insolvent persons contractual rights and obligations are automatically terminated, and that will be transferred to the official receiver. So in that case also, by the operation of law, the contract will be discharged. Then the fourth mode is by lapse of time. ലിമിറ്റേഷൻ ആക്ട് പ്രകാരം സമയപരിധി കഴിയുന്നതോടുകൂടി ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജ്ഡ് ആകുന്നു. സോ ഓർഡിനറി കൊമേഴ്സ്യൽ ഡെറ്റൊക്കെ ആണെങ്കിൽ 3 വർഷത്തിനകം അത് റിക്കവർ ചെയ്തിരിക്കണം. ഒരു 31st മാർച്ച് 2016 ഡ്യൂ ആകുന്ന ഒരു കൊമേഴ്സ്യൽ ഡെറ്റ്, അത് ആ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞു, പേയ്മെൻറ്റ് നടന്നിട്ടില്ല. 3 വർഷം 2019 മാർച്ച് വരുമ്പോഴേക്കും 3 വർഷം കഴിയും. ഈ 3 വർഷത്തിനുള്ളിൽ ഡെറ്റ് റിക്കവറിക്കുള്ള നടപടികൾ ഇനിഷ്യേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞാൽ അവിടെ എന്താ, ലിമിറ്റേഷൻ ആക്ട് ബാധകമായിട്ട് വരും. ദാറ്റ് കനോട്ട് ബി റിക്കവർഡ്. അപ്പോൾ അവിടെ ആ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ആ ഒരു എഗ്രിമെൻറ്റ് ലിമിറ്റേഷൻ പീരീഡ് കഴിയുന്നതോടുകൂടി ലാപ്സ് ആകുന്നു, അല്ലെങ്കിൽ അത് ഡിസ്ചാർജ്ഡ് ആകുന്നു. അപ്പം ബൈ ലാപ്സ് ഓഫ് ടൈം, ദെൻ ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. പെർഫോമൻസ് ഇമ്പോസിബിൾ ആകുന്ന കേസിൽ, പെർഫോമൻസ് അസാധ്യമാകുന്ന കേസിൽ, ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ദി കോൺട്രാക്ട് വിൽ ബി ഡിസ്ചാർജ്. Impossibility can be of two types: initial impossibility and subsequent impossibility or supervening impossibility. In case of initial impossibility, at the time of entering into the contract itself, both the parties know that its performance is not possible. For example, an agreement to discover treasure by magic, മാജിക്കിലൂടെ അല്ലെങ്കിൽ മന്ത്രവാദം നടത്തി നിധി കണ്ടെത്താനുള്ള ഒരു എഗ്രിമെൻ്റ്, അതിനാൽ തന്നെ അവോയ്ഡാണ്. അത് സാധ്യമല്ലെന്ന് രണ്ടു കൂട്ടർക്കും അറിയാം. അതാണ് ദ ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റി. സോ അറ്റ് ദി ടൈം ഓഫ് ഫോമിംഗ് ദി കോൺട്രാക്ട് ഇറ്റ് സെൽഫ്, it is known to both parties that its performance is impossible. Then the second case is subsequent or supervening impossibility. At the time of forming the contract, its performance was possible, but subsequently, due to some changes in the law, it became impossible, or changes in the circumstance, it became impossible. So such agreements, such circumstances are known as supervening impossibility. അപ്പം അങ്ങനെ വരുന്ന ഇമ്പോസിബിലിറ്റി എന്താണ്, സൂപ്പർവീനിങ് ആണ്. സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി വന്നു കഴിഞ്ഞാലും ആ കോൺട്രാക്റ്റ് എന്താ, അതിന് ഡിസ്ചാർജ് ആകും. സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി അതിനൊരു എക്സാമ്പിൾ എന്താ, എ entered into a contract to marry B, and before the marriage date A became mad. അതോടുകൂടി അത് ഇമ്പോസിബിൾ ആയിട്ട് മാറി. പിന്നീട് അവിടെ ആ വിവാഹത്തിന് ചാൻസ് ഇല്ല, അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റിൻ്റെ ഫുൾഫിൽമെൻറ്റ് ചാൻസ് ഇല്ല. ഇവിടെ എന്താ, സബ്സിക്വൻറ്റ് ഇമ്പോസിബിലിറ്റിയാണ്. ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടപ്പോൾ എൻ്റെ പെർഫോമൻസ് പോസിബിൾ ആയിരുന്നു,
സബ്സിക്വൻ്റ്ലി എ ബിക്കെയിം മാഡ്. അതോടുകൂടി ആ മാരേജ് കോൺട്രാക്റ്റ് ഇല്ലാതാകുന്നു. ഇനി നമുക്ക് വാട്ട് ആർ ദി സ്പെസിഫിക് ഗ്രൗണ്ട്സ് ഓഫ് സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി? സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റിക്ക് അല്ലെങ്കിൽ സബ്സിക്വൻ്റ് ഇമ്പോസിബിലിറ്റിയുള്ള പ്രത്യേക സ്പെസിഫിക് ഗ്രൗണ്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. One is destruction of subject matter. If the subject matter of the contract is destroyed, then automatically the contract will be discharged. അതിൻ്റെ ആ കോൺട്രാക്ട് സബ്ജക്റ്റ് മാറ്റർ ഇല്ലാതായി കഴിഞ്ഞാൽ then the contract will be automatically discharged. അപ്പം then the parties will be no more liable. പാർട്ടീസിൻ്റെ ലയബിലിറ്റിയും അതോടുകൂടി അവസാനിക്കുന്നു. Secondly, non-occurrence or non-existence of a particular state of thing. ഒരു കോൺട്രാക്ട്, if the contract is based on the existence of a particular thing, ഒരു പ്രത്യേക ഒരു ഇവൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ്, ആ ഒരു ഇവൻ്റ് ഇല്ലാതാകുന്നതോടുകൂടി ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആകും. നമ്മൾ ആ ഒരു ഇംഗ്ലണ്ടിലെ ഒരു രാജാവിൻ്റെ കൊറോണേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസാണ് സാധാരണയായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെല്ലാം പഠിക്കാറുള്ളത്. അപ്പോൾ എന്തത് ക്രൽ വേഴ്സസ് ഹെൻറി, ആ രാജാവിൻ്റെ കൊറോണേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആ കേസും കൂടി ഉൾപ്പെടുത്തിയാൽ നന്നായിരിക്കും. അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് നോൺ ഒക്കറൻസ് ഓർ നോൺ എക്സിസ്റ്റൻസ് ഓഫ് എ പർട്ടിക്കുലർ സ്റ്റേറ്റ് ഓഫ് തിങ്. ഇപ്പോൾ കൊറോണേഷൻ വിറ്റ്നസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഹോട്ടലിൽ റൂം എടുക്കുന്നു, ആ കൊറോണേഷൻ സെറിമണി ക്യാൻസൽ ആകുന്നു, പിന്നീട് എന്താ ആ ഹോട്ടലിൽ അതിൻ്റെ ആ റെൻറ്റ് കൊടുക്കുകയോടെ ചെല്ലുകയോ ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അപ്പം നോൺ ഒക്കറൻസ് ഓഫ് എ പർട്ടിക്കുലർ ഇവൻ്റ് ആണ് അവിടെ. അപ്പോൾ അതോടുകൂടി എന്താ ആ ഒരു കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആവുകയാണ് ചെയ്യുന്നത്. ദെൻ ചേഞ്ച് ഓഫ് ലോ, ചേഞ്ച് ഓഫ് ഗവൺമെൻറ് പോളിസി. ഇഫ് ദർ ഈസ് എനി ചേഞ്ച് ഓഫ് ലോ, due to change of law or change of government policy, if the performance of the contract becomes impossible, then that contract will be discharged. ലിക്വർ സപ്ലൈക്ക് വേണ്ടി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. അറ്റ് ദി ടൈം ഓഫ് ഫോമിങ് ദി കോൺട്രാക്ട് ലിക്വർ സപ്ലൈ വാസ് അലൗഡ് ടു പബ്ലിക്, അല്ലെങ്കിൽ എന്താ അത് ലേ പീപ്പിളിന് അത് അലൗഡ് ആയിരുന്നു, ഇൻഡിവിജ്വൽസിന് അലൗഡ് ആയിരുന്നു. സബ്സിക്വൻ്റ്ലി പ്രൊഹിബിഷൻ അവിടെ ഇമ്പോസ് ചെയ്തു. അതോടുകൂടി എന്താ സപ്ലൈ അത് നിയമവിരുദ്ധമായിട്ട് മാറി. അപ്പോൾ അതോടുകൂടി ആ കോൺട്രാക്റ്റിന് ഡിസ്ചാർജ് ആകും. അവിടെ എന്താ അത് ചേഞ്ച് ഓഫ് ലോ, ചേഞ്ച് ഓഫ് ഗവൺമെൻറ് പോളിസി. ദെൻ വെൻ ദർ ഇസ് എൻ ഔട്ട് ബ്രേക്ക് ഓഫ് വാർ, ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതോടുകൂടി ഓട്ടോമാറ്റിക്കലി സാഹചര്യങ്ങൾ മാറുന്നു. അപ്പോൾ കോൺട്രാക്റ്റിൻ്റെ പെർഫോമൻസ് പലപ്പോഴും അസാധ്യമായിട്ട് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണ്, ഇതെല്ലാം ഡിഫറെൻറ്റ് സർക്കംസ്റ്റാൻസസ് ആണ് വേർ സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി ക്യാൻ ബി എക്സസൈസ്. പല സാഹചര്യങ്ങളിൽ സബ്സിക്വൻ്റ് ഇമ്പോസിബിലിറ്റി ഓർ സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി. ഇൻ കേസ് ഓഫ് സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി അറ്റ് ദി ടൈം ഓഫ് ഫോർമേഷൻ ഓഫ് ദി കോൺട്രാക്ട് ഇറ്റ് പെർഫോമൻസ് വാസ് പോസിബിൾ, സബ്സിക്വൻ്റ്ലി ഇറ്റ് പെർഫോമൻസ് ബിക്കം ഇമ്പോസിബിൾ. അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇനി ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ, ഇതൊരു 2 മാർക്കിനൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ ഇത് ഇംഗ്ലീഷ് നിയമത്തിൽ നമ്മുടെ സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി, ഇന്ത്യൻ നിയമത്തിലെ സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റിക്ക് പകരമായിട്ട് നിൽക്കുന്നതാണ് ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ. ഫ്രസ്ട്രേഷൻ മീൻസ് ദാറ്റ് ഇൻ കേസ് ഓഫ് സബ്സിക്വൻ്റ് ഇമ്പോസിബിലിറ്റി the court of law may declare the contract void. In case of subsequent impossibility, the court of law may declare the contract void. Then the Indian law regarding the doctrine of frustration is codified and is contained in section 56 of the Indian Contract Act. ഇന്ത്യയിലെ ഈ നിയമം സെക്ഷൻ 56 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലുണ്ട്. ദെൻ ഫ്രസ്ട്രേഷൻ ഡെഫിനിഷനും കൂടെ ഒന്ന് നോക്കിയേക്കാം. ഫ്രസ്ട്രേഷൻ മേ ബി ഡിഫൈൻഡ് ആസ് പ്രിമച്വർ ടെർമിനേഷൻ ഓഫ് എ കോൺട്രാക്ട്. Frustration may be defined as premature termination of a contract owing to the change of circumstances. സാഹചര്യങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് ഒരു കോൺട്രാക്ട് പ്രിമച്വറായിട്ട് ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നു. Then these change in circumstances which are entirely beyond the control of the parties of the contract. So the change in circumstances are entirely beyond the control of the parties to the contract. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു പ്രിമച്വർ ടെർമിനേഷൻ ഓഫ് കോൺട്രാക്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെന്താ നമ്മൾ പറയുന്നത്, ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നു. ഈ ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ ഒരു 2 മാർക്കിനൊക്കെ വരാവുന്നതാണ്, അത് ഓർത്തിരുന്നാൽ നന്നായിരിക്കും. ദെൻ നമ്മൾ ടെർമിനേഷൻ ഓഫ് കോൺട്രാക്റ്റിൻ്റെ അകത്ത് 6ാമത്തെ ഒരു മോഡ് ഓഫ് ടെർമിനേഷൻ അല്ലെങ്കിൽ മോഡ് ഓഫ് മെറ്റീരിയൽ ഓൾട്രേഷനാണ്. മെറ്റീരിയൽ മോഡ് ഓഫ് ഡിസ്ചാർജിൽ 6ാമത്തെ പോയിൻ്റായിട്ട് പഠിക്കുന്നതാണ് മെറ്റീരിയൽ ഓൾട്രേഷൻ.
in case of a written contract, if any change is made, അല്ലെങ്കിൽ important ആയിട്ട് material change is made by one of the parties to the contract without the consent of the other party, then the aggrieved party can apply അല്ലെങ്കിൽ file a case for termination of the contract. ഒരാളുടെ അല്ലെങ്കിൽ കോൺട്രാക്റ്റിലെ ഒരു ആളുടെ സമ്മതമില്ലാതെ കോൺട്രാക്റ്റിലെ സെക്കൻഡ് പാർട്ടി പ്രോമിസോ ആകാം, അതിൻ്റെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഫാക്ട്സിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ, മെറ്റീരിയൽ ഓൾട്രേഷൻ വരുത്തി കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് അതിനാൽ തന്നെ എന്താണ്, ഡിസ്ചാർജ് ആകും. ദെൻ അവസാനത്തെ ഒരു നമ്മൾ ലാസ്റ്റ് മോഡായിട്ട് വരുന്ന എന്താ, ഡിസ്ചാർജ് ബൈ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ബ്രീച്ച്, കോൺട്രാക്റ്റിൻ്റെ കരാറിൻ്റെ ലംഘനം, ഡിസ്ചാർജ് ബൈ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ഡിസ്ചാർജ് എന്താ, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, കരാർ ലംഘിക്കപ്പെടുന്നു. ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് മീൻസ് refusal or failure of the parties to perform the obligation. രണ്ടുമുണ്ട്. ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്താ, അത് refusal ആകാം, ഫെയിലിയർ ആകാം. അപ്പം ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് മീൻസ് ഫെയിലിയർ ഓഫ് എ പാർട്ടി ടു പെർഫോം ഹിസ് ഓബ്ലിഗേഷൻ അണ്ടർ ദി കോൺട്രാക്ട്. ബ്രീച്ച് മീൻസ് ഫെയിലിയർ ഓഫ് എ പാർട്ടി. ഫെയിലിയറും ആകാം, റെഫ്യൂസലും ആകാം. അപ്പം നമ്മൾ ഈ ആക്ച്വൽ ബ്രീച്ചും ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ചും വരുമ്പോഴാണ് ഈ ഫെയിലിയറും റെഫ്യൂസലും വരുന്നത്. അപ്പോൾ ബ്രീച്ച് ക്യാൻ ബി ടു ടൈപ്സ്. ഒന്ന് ആക്ച്വൽ ബ്രീച്ച്, ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച്. ഇൻ കേസ് ഓഫ് ആക്ച്വൽ ബ്രീച്ച് എന്താണ്, അറ്റ് ദി ഡ്യൂ ഡേറ്റ് ഓഫ് പെർഫോമൻസ്, ഡ്യൂ ഡേറ്റ് ഓഫ് പെർഫോമൻസിന് വൺ ഓഫ് ദി പാർട്ടി ഫെയിൽസ് ടു പെർഫോം ഹിസ് ഒബ്ലിഗേഷൻ. അപ്പോൾ അതാണ് എന്താ ആക്ച്വൽ ബ്രീച്ച്. പെർഫോമിൻ്റെ ഡ്യൂ ഡേറ്റിൽ ഒരാൾ അയാളുടെ ഓബ്ലിഗേഷൻ പെർഫോം ചെയ്യുന്നതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ that means actual breach of contract. Then the other party will be relieved from his obligation. Actual breach. Then anticipated breach ആണ്, refusal ആണ്. Refusal by a party to perform his obligation. നേരത്തെ തന്നെ പറയുന്നു ഞാനത് പെർഫോം ചെയ്യില്ല, കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു, എൻ്റെ പെർഫോമൻസിൻ്റെ ഡേറ്റിന് മുമ്പ് തന്നെ പറയുകയാണ്. refusal by one party എന്താ, ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ആണ്, refusal. ദെൻ ഡ്യൂ ഡേറ്റിൽ ഫെയിലിയർ ടു പെർഫോം, അതെന്തായിട്ട് മാറുന്നു, ഫെയിലിയർ ടു പെർഫോം ഇസ് ആക്ച്വൽ ബ്രീച്ചും refusal to perform anticipatory ബ്രീച്ചുമാണ്. ദെൻ സംടൈംസ് ആക്ച്വൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഡ്യൂറിങ് ദി പെർഫോമൻസ് ഓഫ് ദി പെർഫോമൻസിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ ഒരു ആക്ച്വൽ ബ്രീച്ച് ഉണ്ടാകാം. ഫോർ എക്സാമ്പിൾ, A entered into a contract to supply 1,000 bags of cement to B on a particular day. On that particular day, A delivered only 700 bags. ബാക്കി എന്താ, 300 ബാഗ് ഡെലിവർ ചെയ്യുന്നില്ല. സോ ദിസ് മീൻസ് an actual breach during performance. ആ കോൺട്രാക്റ്റിൻ്റെ പെർഫോമൻസിൻ്റെ ഇടയ്ക്കാണ് ബ്രീച്ച് സംഭവിക്കുന്നത്. 1000 ബാഗ് ഡെലിവർ ചെയ്യേണ്ടടുത്ത് 700 ഡെലിവർ ചെയ്യുന്നുള്ളൂ. That constitute an actual breach during performance. Then anticipatory breach ആണ് എന്താണ്, refusal to perform. refusal, anticipatory breach. അപ്പോൾ ആ ഡ്യൂ ഡേറ്റിന് മുമ്പ് തന്നെ റെഫ്യൂസ് ചെയ്യുന്നു, വൺ ഓഫ് ദി പാർട്ടീസ് റെഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച്. അപ്പം എ agreed to marry B and before the agreed date of marriage A married C. ഇവിടെ എന്താണ്, ഇതൊരു ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ആണ്. എ ബി എ മാരി ചെയ്യാമെന്ന് പറയുന്നു, ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു, ആ ഡേറ്റിന് മുമ്പ് തന്നെ എ സി എ മാരി ചെയ്യുന്നു. ഇവിടെ എന്താണ്, ഇതൊരു ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ആണ്. ദെൻ പിന്നീട് എന്താ, എ സി എ മാരി ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പെർഫോമൻസ് ഇമ്പോസിബിൾ ആയിട്ട് മാറുന്നു. ദാറ്റ് ലീഡ്സ് ടു ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ഈ പറയുന്ന ഒരു 7 രീതിയിലാണ്, ദർ ആർ 7 മോഡ്സ് ഓഫ് ഡിസ്ചാർജ് ഓഫ് എ കോൺട്രാക്ട്. ഈ എല്ലാ മോഡ്സും അതിൻ്റെ താഴെ വരുന്ന പോയിന്റുകളും ഒക്കെ നമ്മൾ ഓർത്തിരിക്കണം. വെനെവർ പോസിബിൾ കോട്ട് സം എക്സാമ്പിൾസ്. ദെൻ റെമഡീസ് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ഒരു കരാറിൻ്റെ ലംഘനം ഉണ്ടായിക്കഴിഞ്ഞാൽ വേർ ദർ ഈസ് എ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, റെമഡീസ്, ബ്രീച്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ ദർ വിൽ ബി വൺ അഗ്രീവ്ഡ് പാർട്ടി, ഇൻജുവേർഡ് പാർട്ടി. ഒരാൾക്ക് അവിടെ നഷ്ടം സംഭവിക്കും. അങ്ങനെ നഷ്ടം സംഭവിക്കുന്നയാൾക്ക് ദി അഗ്രീവ്ഡ് പാർട്ടി, വാട്ട് ആർ ദി റെമഡീസ് അവൈലബിൾ ടു ഹിം. അപ്പം നിയമപ്രകാരം ഒരു അഗ്രീവ്ഡ് പാർട്ടിക്ക് ഒരു ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പരിഹാര മാർഗങ്ങളായിട്ടുള്ളത്? ആദ്യത്തെ ഒരു സ്യൂട്ട് ഫോർ റെസിഷൻ. അഗ്രീവ്ഡ് പാർട്ടി ക്യാൻ സ്യൂ ഫോർ ക്യാൻസലേഷൻ ഓഫ് ദി കോൺട്രാക്ട്. ആ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടി
കേസ് ഫയൽ ചെയ്യാം. അപ്പം വെൻ വൺ ഓഫ് ദി പാർട്ടി റെഫ്യൂസസ് ടു പെർഫോം ഹിസ് ഓബ്ലിഗേഷൻ, ആരെങ്കിലും ഒരാൾ ആ ഒരു ഓബ്ലിഗേഷൻ പെർഫോം ചെയ്ത് റെഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദി അതർ പാർട്ടി ക്യാൻ സ്യൂ ഫോർ റെസിഷൻ. സോ അതർ പാർട്ടി ക്യാൻ സ്യൂ ഫോർ ക്യാൻസലേഷൻ ഓഫ് ദി കോൺട്രാക്ട്. ദെൻ സെക്കൻഡ്ലി സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ്. സ്പെസിഫിക് പെർഫോമൻസിൽ എന്താ പറയുന്നത്? ആരാണോ പെർഫോം ചെയ്യാൻ റെഫ്യൂസ് ചെയ്യുന്ന അയാളെ കൊണ്ട് ആ കാര്യം ചെയ്യിപ്പിക്കുക. അപ്ലൈയിങ് ദി കോഡ് ടു ഓർഡർ സ്പെസിഫിക് പെർഫോമൻസ്. സ്പെസിഫിക് പെർഫോമൻസിനൊരു ഓർഡർ വന്നു കഴിഞ്ഞാൽ അത് സ്യൂ ഫോർ specific performance. In case of breach of contract by one of the party, the aggrieved party can approach a court of law and file a case for specific performance. ആ കാര്യം ചെയ്യണം. അപ്പോൾ അവിടെ ക്യാൻസലേഷനോ കോമ്പൻസേഷനോ ഒന്നും ഒരു റീസണബിൾ ആയിട്ട് വരുന്ന കാര്യമല്ല എങ്കിൽ ദി അഗ്രീവ്ഡ് പാർട്ടി ക്യാൻ സ്യൂ ഫോർ സ്പെസിഫിക് പെർഫോമൻസ്. ചില കാര്യങ്ങളെല്ലാം സ്പെസിഫിക് ആയിട്ട് പെർഫോം ചെയ്താലേ അതിനൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന കാര്യത്തിൽ എന്താണ്? The aggrieved party can sue for specific performance. Then specific performance will be granted by the court in those cases where money compensation will not be an adequate remedy. കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യുകയും മണി കോമ്പൻസേഷൻ കൊടുക്കുകയും ചെയ്യുന്ന ആഡിക്വേറ്റ് റെമഡി അല്ലാതെ വരുന്ന കേസസിൽ ദി കോർട്ട് മേ ഓർഡർ സ്പെസിഫിക് പെർഫോമൻസ്. അപ്പം അങ്ങനെ വരുന്ന കേസിലായിരിക്കും സ്പെസിഫിക് പെർഫോമൻസ് കൊടുക്കാവുന്നത്. ദെൻ സ്യൂട്ട് ഫോർ ഇൻജങ്ഷൻ ഒരു മൂന്നാമത്തെ നടപടിയാണ്. ഇവിടെ എല്ലാം നമ്മൾ കോടതിയെ സമീപിക്കുകയാണ് ചെയ്യുന്നത്. ദ ടേം ഇൻജങ്ഷൻ മേ ബി ഡിഫൈൻഡ് ആസ് എൻ ഓർഡർ ഓഫ് ദി കോർട്ട് റെസ്ട്രെയിനിങ് എ പേഴ്സൺ. തടയുക. ഇൻജങ്ഷൻ ഓർഡർ അല്ല, എന്താ? ഒരു വ്യക്തിയെ തടയുക ചെയ്യുന്നു. ഒരു കാര്യം ചെയ്യരുത്, ഒരു സ്ഥലത്ത് എൻട്രി ചെയ്യരുത്. റെസ്ട്രെയിനിങ് എ പേഴ്സൺ ഫ്രം ഡൂയിങ് സംതിങ് വിച്ച് ഹി പ്രോമിസ് നോട്ട് ടു ഡു. അപ്പം അവിടെ ആ സ്യൂട്ട് ഫോർ ഇൻജങ്ഷൻ, ഇൻജങ്ഷൻ്റെ മീനിങ് ഓർത്തിരിക്കുക. ഒരു ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ എന്താ ചെയ്യുന്നത്? ഈ മോണിറ്ററി കോമ്പൻസേഷൻ ആഡിക്വേറ്റ് അല്ലാതെ വരുന്ന കാര്യങ്ങളിലാണ് ഈ സ്പെസിഫിക് പെർഫോമൻസും അതുപോലെ തന്നെ ഇൻജങ്ഷനും ഒക്കെ കൊടുക്കാവുന്നത്. ഇൻജങ്ഷൻ ഈസ് എ മോഡ് ഓഫ് സെക്യൂറിംഗ് ദി പെർഫോമൻസ് ഓഫ് ദി നെഗറ്റീവ് ടേംസ് ഇൻ ദി കോൺട്രാക്ട്. ഇൻജങ്ഷൻ ഈസ് ഓൾവേസ് റിലേറ്റഡ് ടു പെർഫോമൻസ് ഓഫ് ദി നെഗറ്റീവ് ടേംസ് ഇൻ ദി കോൺട്രാക്ട്. അപ്പോൾ സ്യൂട്ട് ഫോർ ഇൻജങ്ഷൻ ഇതും ഒരു മൂന്നാമത്തെ റെമഡി ആയിട്ടാണ് സ്യൂട്ട് ഫോർ ഇൻജങ്ഷൻ. ദെൻ സ്യൂട്ട് ഫോർ ക്വാണ്ടം മെറിയൂട്ട്. ക്വാണ്ടം മെറിറ്റ് അല്ലെങ്കിൽ ക്വാണ്ടം മെറിയൂട്ട് ആണ്. അപ്പം ആസ് മച്ച് ആസ് ഡൺ ഓർ ആസ് മച്ച് ആസ് മെരിറ്റഡ്, ചെയ്തതിന് പ്രതിഫലം കൊടുത്ത് ഡിസ്ചാർജ് ആക്കുക. സ്യൂട്ട് ഫോർ ക്വാണ്ടം മെറിയൂട്ട്. അപ്പോൾ ഇൻ ലീഗൽസ് ഇറ്റ് മീൻസ് പേയ്മെൻറ്റ് ഇൻ പ്രൊപ്പോർഷൻ ടു ദി വർക്ക് ഡൺ. ചെയ്ത ജോലിക്ക് ആനുപാതികമായിട്ട് പേയ്മെൻറ്റ് കൊടുത്ത് ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആക്കുക. അതാണ് ക്വാണ്ടം മെറിയൂട്ട്. ആസ് മച്ച് ആസ് മെരിറ്റഡ് ഓർ ആസ് മച്ച് ആസ് ഡൺ. ഒരു വീട് പണിയാനുള്ള ഒരു കോൺട്രാക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ബേസ്മെൻറ്റ് പണിത് കഴിഞ്ഞപ്പോഴേക്കും കോൺട്രാക്റ്റ് എന്താണ്, അതിൽ നിന്ന് കോൺട്രാക്ടർ ഒഴിവാക്കുന്നു. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴാണെങ്കിൽ ആ ബേസ്മെൻറ്റിന് വേണ്ടിയുള്ള ചിലവ് എത്രയാണോ ചിലവാക്കിയിരിക്കുന്നത് ആ എമൗണ്ട് പേയ്മെൻറ്റ് നടത്തി ആ കോൺട്രാക്റ്റ് ഒഴിവാക്കാം. അങ്ങനെ വരുന്ന കേസ് സ്യൂട്ട് ഫോർ ക്വാണ്ടം മെറിയൂട്ട്. അപ്പോൾ എന്താ? കോൺട്രാക്റ്റിംഗ് താൻ ചെയ്ത പണിക്ക് തക്കതായ പ്രതിഫലം കിട്ടുന്നതിന് വേണ്ടി കേസ് ഫയൽ ചെയ്യുന്നതാണ് സ്യൂട്ട് ഫോർ ക്വാണ്ടം മെറിയൂട്ട്. അപ്പം ദെൻ സ്യൂട്ട് ഫോർ ഡാമേജസ്. നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കാം. സ്യൂട്ട് ഫോർ ഡാമേജസ്. അപ്പം മോണിറ്ററി ആയിട്ടുള്ള മോണിറ്ററി ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ സ്യൂട്ട് ഫോർ കോമ്പൻസേഷൻ ഓർ ഡാമേജസ്. അപ്പം നഷ്ടപരിഹാരം കൊടുക്കും. നഷ്ടപരിഹാരത്തിന് കേസ് ഫയൽ ചെയ്യുന്നു. നമ്മൾ ആ ഡാമേജസ് വേരിയസ് ടൈപ്പിലുള്ള ഡാമേജസ് ഉണ്ട്. അതും കൂടെ ഒന്ന് ഓടിച്ച് നോക്കിയേക്കാം. ജനറൽ ഓർ ഓർഡിനറി ഡാമേജസ്. ഇപ്പോൾ ഓർഡിനറി ഡാമേജസ് ആർ ഡാമേജ് വിച്ച് ആർ പേയബിൾ ഫോർ ലോസ് arising naturally and directly from the breach of contract. ഒരു ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നേരിട്ടും സാധാരണയായിട്ടും ഉണ്ടാകാവുന്ന നഷ്ടങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ കൊടുക്കുന്ന ഒരു കോമ്പൻസേഷനാണ് ജനറൽ ഓർ ഓർഡിനറി ഡാമേജസ്. അവിടെ എന്താ? എത്ര നഷ്ടം സംഭവിച്ചു ആ നഷ്ടത്തിനൊരു കോമ്പൻസേഷൻ കൊടുക്കുന്നു. ദെൻ സ്പെഷ്യൽ ഡാമേജ് വന്നു കഴിയുമ്പോൾ അതെന്താ? ഒരു സ്പെഷ്യൽ ഓർ അൺയൂഷ്വൽ സർക്കംസ്റ്റാൻസസിലാണ് സ്പെഷ്യൽ ഡാമേജസ്. ഇത് നോർമൽ ഡാമേജസ് അല്ല, സ്പെഷ്യൽ ഡാമേജസ് ആണ്. അപ്പം സ്പെഷ്യൽ ഡാമേജ് സാധാരണയായിട്ട് ആപ്ലിക്കബിൾ ആകുന്നത് ഓൺലി ഇഫ് ഇറ്റ് ഈസ് സ്റ്റിപ്പുലേറ്റഡ് ഇൻ ദി കോൺട്രാക്ട്.
ആ കോൺട്രാക്റ്റിൽ തന്നെ സ്പെഷ്യൽ ഡാമേജിനൊരു ക്ലോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലാണ് നോർമലി ഒരു സ്പെഷ്യൽ ഡാമേജിന് സ്യൂട്ട് ഫയൽ ചെയ്യാവുന്നത്. സ്പെഷ്യൽ ഡാമേജ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഡാമേജ് സാധാരണയായിട്ട് അവാർഡ് ചെയ്യാറുള്ളത്. ഇപ്പം ജനറൽ ഓർ ഓർഡിനറി ഡാമേജ് ഉണ്ട്, അതുപോലെ തന്നെ സ്പെഷ്യൽ ഡാമേജ് വരും. അത് പ്രത്യേകമായിട്ടുള്ള ഒരു സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസിലാണ്. ദെൻ നോമിനൽ ഡാമേജസ്, നാമമാത്രമായിട്ട് ഇതിനു വേണ്ടി എന്തെങ്കിലും ഒരു ഡാമേജ് കൊടുക്കണ്ടേ, നാമമാത്രമായിട്ട്, നോമിനൽ ഫോർ നെയിം സേക്ക്, then compensation or damage will be awarded. That is nominal damage. So these are damages which are very small in amount. Nominal damage നാമമാത്രമായിട്ട് ചെറിയൊരു തുക ഒരു ഡാമേജ് അവാർഡ് ചെയ്യുന്നു. Such damages are awarded simply to establish the right of the party to claim damages for breach of contract. അപ്പം ഒരു ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അഗ്രീവ്ഡ് പാർട്ടിക്ക് ഡാമേജ് ക്ലെയിം ചെയ്യാനുള്ള അവകാശം അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമായിട്ട് ഒരു ചെറിയ എമൗണ്ട് ഡാമേജ് ആയിട്ട് അല്ലെങ്കിൽ നഷ്ടപരിഹാരമായിട്ട് ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞാൽ സച്ച് ഡാമേജസ് ആർ നോൺ ആസ് നോമിനൽ ഡാമേജസ്, നെയിം സേക്ക് ആയിട്ട് കൊടുക്കുന്നു. ദെൻ എക്സംപ്ലറി ഓർ വിൻഡിക്റ്റീവ് ഡാമേജസ്. വിൻഡിക്റ്റീവ്, ഇവിടെ എന്താ വിൻഡിക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ പണിഷിങ് ദി ഡിഫോൾട്ടിംഗ് പാർട്ടി. എക്സംപ്ലറി ഓർ വിൻഡിക്റ്റീവ് ഡാമേജ് awarded for punishing the defaulting party. അപ്പോൾ അതെന്താ? സോ ഇൻ കേസ് ഓഫ് എക്സംപ്ലറി ഓർ വിൻഡിക്റ്റീവ് ഡാമേജ് ദി എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ ഡിസ്പ്രപ്പോർഷനേറ്റ് ടു ദി ആക്ച്വൽ ലോസ്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന നഷ്ടത്തിന് ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് ഇവിടെ എന്താ ഒരു പണിഷ്മെന്റ് എലമെന്റ് വരുന്നുണ്ട് ഫോർ വിൻഡിക്റ്റിംഗ് ഓർ പണിഷിംഗ് ദി ഡിഫോൾട്ടിംഗ് പാർട്ടി when damages are awarded. Such damages are known as exemplary or vindictive damages. ദെൻ നമുക്കെന്താ അടുത്തൊരു ലിക്വിഡേറ്റഡ് ഡാമേജ് ആൻഡ് പെനാലിറ്റി. ലിക്വിഡേറ്റഡ് ഡാമേജസ് അവിടെ എന്താ വന്നിരിക്കുന്നത്? അതും ലിക്വിഡേറ്റഡ് ഡാമേജിൻ്റെ കാര്യത്തിൽ ഫിക്സ്ഡ് ബൈ ദി പാർട്ടീസ് ടു ദി കോൺട്രാക്ട്. ലിക്വിഡേറ്റഡ് ഡാമേജസ് അത് സാധാരണഗതിയിൽ ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ തന്നെ ഒരു ബ്രീച്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഡാമേജ്, സച്ച് നേരത്തെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. സച്ച് ഡാമേജസ് ആണ് നോൺ ആസ് ലിക്വിഡേറ്റഡ് ഡാമേജസ്. If the amount of damage fixed for breach of contract is fair and genuine, pre-estimate of probable damages. So liquidated pre-estimate ഉണ്ട്. ഒരു ബ്രീച്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ സംഭവിക്കാവുന്ന നഷ്ടം നേരത്തെ തന്നെ, സോ അറ്റ് ദി ടൈം ഓഫ് എൻട്രിങ് ഇൻ ദി കോൺട്രാക്ട് ഇറ്റ്സെൽഫ് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്? ലിക്വിഡേറ്റഡ് ഡാമേജസ് ആണ്. ദെൻ പെനാലിറ്റി, അവിടെ പെനാലിറ്റി വന്നത് എപ്പോഴും ഒരു പീനൽ എലമെന്റ് വരുന്നുണ്ട്. Sometimes the amount of damage fixed for breach of contract is not fair and genuine pre-estimate of the probable damage. അപ്പോൾ നമുക്കെന്താ മുൻകൂട്ടി ഫിക്സ് ചെയ്തിരിക്കുന്ന ഡാമേജ് അത് ഫെയർ അല്ല എന്ന് തോന്നുകയാണ് എങ്കിൽ അവിടെ എന്താ വരുന്നത്? but is disproportionate to the loss due to breach of contract. Such an amount is called penalty. പെനാലിറ്റി എപ്പോഴും ഒരു പണിഷിങ് എലമെന്റ് വരുന്നുണ്ട്, പെനാലിറ്റി അടയ്ക്കുക, പീനൽ എലമെന്റ് വരുന്നുണ്ട്. അപ്പം അത് ഡിസ്പ്രപ്പോർഷനേറ്റ് ടു ലോസ് ആയിരിക്കും പെനാലിറ്റി വരുന്നത്. അപ്പോൾ അത് ലിക്വിഡേറ്റ് ഡാമേജ് ആൻഡ് പെനാലിറ്റി ഇതെല്ലാം നമ്മൾ ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാമേജസ് ആണ്. ഈ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു ആദ്യത്തെ മോഡ്യൂൾ 1-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ മോഡ്യൂൾ 1 ഈസ് ജനറലി കൺസേൺ വിത്ത് ദി ജനറൽ കോൺട്രാക്റ്റ് ആണ്. ഒരു ജനറൽ കോൺട്രാക്റ്റിൻ്റെ ഫോർമേഷനും അതിൻ്റെ എസെൻഷ്യൽസും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ആദ്യത്തെ ഒരു ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബികോം സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഈ ഫസ്റ്റ് മോഡ്യൂൾ സിലബസിൻ്റെ ഏകദേശം ഒരു 60% കാര്യങ്ങൾ കവറപ്പ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള മോഡ്യൂൾസൊക്കെ വളരെ ചെറിയ മോഡ്യൂൾസാണ്. ഈ ഒരു ഫസ്റ്റ് മോഡ്യൂൾ കവറപ്പ് ആയി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ സിലബസിൻ്റെ മോർ ദാൻ 60% കാര്യങ്ങൾ കവറപ്പായി. കാരണം ഒരു കോൺട്രാക്റ്റുമായിട്ടും ജനറൽ ലോയുമായിട്ടും ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നെ ഇതിൽ നമ്മൾ കവറപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതെന്താ ഒരു കോൺട്രാക്റ്റിൻ്റെ ഡെഫിനിഷൻ അത് ആ സെക്ഷനിൽ ഉൾപ്പെടെ സെക്ഷൻ 2 സബ്സെക്ഷൻ എച്ച് ഡിഫൈൻ കോൺട്രാക്ട്. കോൺട്രാക്ട് ഈസ് എൻ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. ദെൻ ഇതിൻ്റെ അകത്തൊരു കോൺട്രാക്ട് ഉണ്ടാകണമെങ്കിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാകണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഓഫർ, അക്സെപ്റ്റൻസ്, 2 പാർട്ടീസ്. ഓഫർ എന്താണ്, അക്സെപ്റ്റൻസ് എന്താണ്? ദെൻ അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഈ കൈൻഡ്സ് ഓഫ് കോൺട്രാക്ട് വാലിഡ്, വോയിഡബിൾ എന്നൊക്കെ പറഞ്ഞുള്ളത്. വാലിഡ്, വോയിഡബിൾ, കൈൻഡ്സ് ഓഫ് കോൺട്രാക്ട്,
The valid contract enforceable in a court of law. Void contract means which cannot be enforced. Voidable, which can be made valid or void by one of the parties to the contract. അതുപോലെ കണ്ടിൻജന്റ് കോൺട്രാക്റ്റുകൾ, ക്വാസി കോൺട്രാക്റ്റുകൾ, എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. എസെൻഷ്യൽ വാലിഡ് കോൺട്രാക്ട് ചിലപ്പോൾ എന്താ ഒരു 15 മാർക്കിന് ഒരു എസ്സേ ആയിട്ട് തരാം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്ട്. അപ്പോൾ അവിടെ നമ്മൾ ആ എല്ലാ എസെൻഷ്യൽസും എഴുതി അതിനൊരു ചെറിയ എക്സ്പ്ലനേഷൻ കൊടുക്കുക. പിന്നീട് ഈ ഓരോ എസെൻഷ്യൽസിനും വീണ്ടും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ഒരു മോഡ്യൂൾ ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഓരോന്നും വരുന്നത് എന്താ, എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്റ്റിൽ എസെൻഷ്യൽസ് ഓഫ് വാലിഡ് ഓഫർ, വാലിഡ് അക്സെപ്റ്റൻസ്, ദെൻ ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ, അക്സെപ്റ്റൻസ് ആൻഡ് റിവോക്കേഷൻ, എഗ്രിമെൻറ്റ്, കൺസിഡറേഷൻ്റെ ഒക്കെ എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കൺസിഡറേഷൻ. അതുപോലെ കപ്പാസിറ്റി ടു കോൺട്രാക്ട്, അവിടെ ആ ലോ ഓഫ് മൈനേഴ്സ്, ലോ റിഗാർഡിങ് മൈനേഴ്സ് കോൺട്രാക്ട്, ദെൻ ഫ്രീ കൺസെൻറ്റ് ഫ്രീ ആകുന്നത്. അപ്പോൾ നമ്മൾ ആ ഫ്രോഡ്, കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കവറപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ ലീഗാലിറ്റി ഓഫ് ഓബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ, പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട്, ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, റെമഡീസ് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മോഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഈ ഒരു മോഡ്യൂൾ കഴിഞ്ഞ് അടുത്ത ക്ലാസ്സുകളിൽ അടുത്തു വരുന്ന മോഡ്യൂൾസൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്.